ഇന്നത്തേത് ഒരു സാധാരണ ഫിഷ് ഫ്രൈ ആണ്. പണ്ടൊക്കെ നമ്മൾ എങ്ങനെയാണ് ഫിഷ് ഫ്രൈ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ അതാണിത് ഇന്നത്തെ എൻ്റെ റെസിപ്പി. സോ വെൽക്കംസ് ടു എൻജീസ് കേരള കിച്ചൺ. ഞാൻ ഫിഷ് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 400 ഗ്രാംസ് ഓഫ് ഫിഷ് ഉണ്ടാകും ഇതിൽ. സോ ഇത് നമുക്ക് ആദ്യം മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മാത്രം മല്ലിപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും, ഇതൊരു 1/2 ടീസ്പൂൺ ഉപ്പ് തന്നെയുണ്ട്, ഉപ്പ് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിവ എടുത്തതിന് ശേഷം 1 ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഉപയോഗിക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കുക. അതിനുശേഷം ഇതൊരു പേസ്റ്റ് ആകാൻ പരുവത്തിനുള്ള വെള്ളം, ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളം ഉണ്ടാകും. കൂടുതൽ വെള്ളമായാലും നമ്മുടെ പേസ്റ്റ് കറക്റ്റ് ആവില്ല. അത് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ഈ വൃത്തിയാക്കി വരഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചാളയുണ്ടല്ലോ, അത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. അതിൻ്റെ ഒപ്പമുള്ള മുട്ടയും ബാക്കിയുള്ള ഒരു ചേരുവകളും മസാലയിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഒരു അരമണിക്കൂർ ഒന്നെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ പുറത്ത് തന്നെ വെച്ചാൽ മതി. മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാം. ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് തീർത്ത് ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറി ലീവ്സ്, നമ്മുടെ വേപ്പില വിതറിയതിന് ശേഷം നമ്മുടെ ചാളയെല്ലാം നമുക്കിങ്ങനെ അടുക്കി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു വശത്ത് ഞാൻ മുട്ട കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ആകെ 7 ചാളയാണുള്ളത്. സോ ഇതിന് 2 വശം അപ്പുറവും ഇപ്പുറവും തിരിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് സാധാരണ ഒരു ഫിഷ് ഫ്രൈ ആണ്. നമ്മളിപ്പോഴാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പെരുംജീരകവും എല്ലാം ചേർക്കാൻ തുടങ്ങിയത്. പണ്ടൊക്കെ നമുക്ക് ആകെ ഈ ഒരു ചേരുവ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് നല്ല ടേസ്റ്റുള്ള ഒരു ചേരുവയാണ്. ഇത് ഫിഷിൻ്റെ ഒരു ടേസ്റ്റ് നമുക്കിതിൽ കിട്ടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മറ്റേത് നമ്മുടെ ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കൂടുതലും കിട്ടുന്ന. ആ ഒരു ഫിഷിൻ്റെ ആ ഒരു അരോമ, ആ ഒരു ടേസ്റ്റും എല്ലാം അതിനകത്ത് നമുക്ക് നഷ്ടപ്പെടും. അതിൻ്റെ ഓതൻറ്റിക് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്കതിൽ കിട്ടില്ല. പക്ഷെ ഇതങ്ങനെയല്ല. സോ ഇത് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ടതിന് ശേഷം നമുക്കിനി ഇത് മാറ്റാം. ഇപ്പോൾ ഇത് ഫിഷ് ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാറില്ല, ഇത്രയും മാത്രമേ ഫ്രൈ ചെയ്യാറുള്ളൂ. സോ ഫിഷ് ഫ്രൈ ചെയ്തത് ഫിഷ് മാറ്റിയിട്ടതിന് ശേഷം നമുക്ക് ആ എണ്ണയിലേക്ക് ഒരു 2 തവ ചോറ് ഇട്ട് കൊടുക്കാം. ഈ എണ്ണയിൽ മിക്സ് ചെയ്ത് ചോറെടുക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല, വലിയവർക്ക് ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ ഈ കൊളസ്ട്രോൾ എന്നൊരു ഇത് ഒഴിച്ചു വെക്കേണ്ടി വരും ഇത് നമ്മൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ. സോ ഞാനത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. ഈ എണ്ണയിലേക്ക് ഒരു 2 തവ ചോറിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ മുട്ടയോട് കൂടി ആ എണ്ണയും വേപ്പിലയും പിന്നെ മുട്ടയും കൂടെ മിക്സ് ചെയ്ത് ചോറെടുത്തതിന് ശേഷം നമുക്കിത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. സോ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് കഴിച്ച് നോക്കുക. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്ലീസ് സപ്പോർട്ട് ഓൾസോ. താങ്ക് യു.